പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ അധിക ബാധ്യത കൂടി വരുന്നത്. ആ കാര്യങ്ങൾ കൂടി ചർച്ചയിൽ വരുന്നുണ്ട്. അത് ഉന്നയിക്കുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പാർലമെന്റിൽ പറയുകയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കത്തയക്കുകയും ചെയ്തതാണ്. അതിന് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയറാണ്. ഈ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പറയുന്ന ബില്ലിനകത്ത് 125 ദിവസം വരെ ചില സ്ഥലത്ത് അല്ലെങ്കിൽ വരും എന്നെല്ലാം പറയുമ്പോൾ നോട്ടിഫൈ ചെയ്ത പഞ്ചായത്തിലേ ഇത് വരുള്ളൂ. അവർ തീരുമാനിക്കുന്ന എത്രയാണോ, ഇപ്പോൾ കേരളത്തിൽ 9 കോടി തൊഴിൽ ദിനങ്ങളുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അവർ 5 കോടി തൊഴിൽ ദിനങ്ങളെ തരുമെന്ന് പറഞ്ഞാൽ അത് നേരെ പകുതിയായില്ലേ. അപ്പോൾ ഫലത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാവുക എന്നുള്ളത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്ന സ്ഥിതി. അത് പിന്നെ ജനങ്ങളെ ഓരോ മേഖലയിലും പറ്റിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം കാരണം അവരും വല്ലാത്ത അവരുടെ വാസ്തവത്തിൽ മെച്ചപ്പെട്ട സാഹചര്യമല്ല. അതിനെന്താ ചെയ്യുന്നത്? വീണ്ടും 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 ഓരോ മേഖലയിൽ സാധനങ്ങൾ കൊടുക്കാനുള്ളതിൻ്റെ, അല്ലെങ്കിൽ യൂറിയ, കൃഷിക്കാർ യൂറിയയ്ക്ക് നെട്ടോട്ടം ഓടുന്നു പറഞ്ഞ് വാർത്ത വരുന്നുണ്ടല്ലോ. വേണ്ടത്ര ഉൽപ്പാദനമില്ല, സബ്സിഡി കുറയ്ക്കുന്നു, ഓരോ മേഖലയിലും കുറയ്ക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ അവർ ആലോചിക്കുന്നത് തന്നെയാണ് അർത്ഥം.